കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി മരിച്ച റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. ഭർതൃവീട്ടിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നെന്നും ഭർത്താവ് ഒരു പരിഗണനയും തനിക്കും കുഞ്ഞിനും നൽകിയിരുന്നില്ല എന്നും കുറിപ്പിൽ പറയുന്നു. അടിമയെ പോലെയാണ് മകൾ ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്ന് റീമയുടെ അച്ഛൻ മോഹനൻ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തെങ്കിലും ഗാർഹിക പീഡനം അടക്കമുള്ള ആരോപണങ്ങളിൽ ഇതുവരെ പോലീസ് നടപടിയുണ്ടായിട്ടില്ല. പറഞ്ഞു, ഞാൻ കുട്ടീനെ കൂട്ടാൻ വരും, പോലീസായിട്ട് വരും, നീ ഒന്നും നമുക്കൊരു വിഷയമല്ല, നീ എനിക്ക് വേണ്ട, അങ്ങനെ നല്ല വേണ്ട. കാരണം ഈ അമ്മ കാരണം അമ്മ എന്താ പറയുന്നത് അത് മാത്രമേ അവൻ അനുസരിക്കൂ. ഈ ഭാര്യക്കും കുട്ടിക്കും അവനൊരു ഇത് കൊടുത്തില്ല. അപ്പോൾ അവള് മാനസികമായിട്ട് അവിടെ സമാധാനത്തിലല്ല നിന്നിരുന്നത്. അവനും അവൻ്റെ അമ്മയും തന്നെയാണ് ഇതിന് മെയിനായിട്ടുള്ള ഉത്തരവാദി. കംപ്ലീറ്റ് അവരാണ്. അപ്പോൾ ഇതിന് തക്കതായ ശിക്ഷ അവർക്ക് ഏത് നിയമത്തിൻ്റെ വകുപ്പിലായാലും അവന് വാങ്ങിച്ചു കൊടുക്കണം. അവനും അവൻ്റെ അമ്മക്കും കിട്ടിയിരിക്കണം. എന്നാലേ എൻ്റെ മോൾക്ക് ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ മാസം 20-ാം തീയതി കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് 3 വയസ്സുള്ള മകനെയും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത MV റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങളാണ് റീമ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കുന്നത്. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള മാനസിക സമ്മർദ്ദമാണ് ഭർത്താവിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് റീമ പറയുന്നുണ്ട്. ഈ അമ്മയിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയും തനിക്ക് ലഭിച്ചില്ല എന്നുകൂടി ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ ഭാഗമായി റീമ പറയുന്നുണ്ട്. തന്നെയും കുഞ്ഞിനെയും ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല എന്നാണ് റീമ പറയുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ എന്തിന് തന്നെ പോലൊരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കി എന്നൊരു ചോദ്യം കൂടി ഭർത്താവിനോട് ഈ ആത്മഹത്യാക്കുറിപ്പിൽ റീമ ചോദിക്കുന്നു. അതിനൊപ്പം തന്നെ ഇന്നാട്ടിലെ നിയമം അത് എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാൻ പ്രാപ്തമാകുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലോടുകൂടിയാണ് ഏതായാലും റീമ ആ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. റീമയുടെ പിതാവ് മോഹനനും ഈ വിഷയത്തിൽ റീമ പറയുന്നത് പോലെ ഭർത്താവിന്റെ അമ്മയ്ക്കുമെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു അടിമയെ പോലെയാണ് റീമ ആ വീട്ടിൽ താമസിച്ചത് എന്നാണ് പിതാവ് മോഹനൻ പറഞ്ഞത്. പക്ഷേ ഈ ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ജീവിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം എല്ലാം സഹിച്ച് കഴിയുകയായിരുന്നു മകൾ എന്നുകൂടി മോഹനൻ പറയുന്നുണ്ട്. ഇവർ ഇരുവരും ഈ തർക്കങ്ങൾ പതിവായതോടുകൂടി ഒരു വിവാഹമോചനം എന്ന രീതിയിലേക്ക് അത്തരമൊരു ചിന്തയിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന ഭർത്താവ് കമൽ രാജ് വാശി പിടിച്ചതോടുകൂടിയാണ് റീമ ഇത്തരത്തിലൊരു വലിയ സമ്മർദ്ദത്തിലേക്ക് പോയത്, ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞിനെ താൻ കൊണ്ടുപോകുമെന്നും ഒപ്പം തന്നെ നീ പോകുന്നുണ്ടെങ്കിൽ പോയി ചത്തോളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുകൂടി ആ ആത്മഹത്യാക്കുറിപ്പിൽ റീമ പറയുന്നുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ പോലീസ് ഇതുവരെയും ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി റീമയുടെ അമ്മയുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ നിലപാട്. കമൽരാജും കുടുംബവും ഇപ്പോഴും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്.